ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 6-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. BAPS, അതായത് ബോച്ച സൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായൺ സംസ്ഥ അവർ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കാസ് ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിൾ ഇൻ ജോഹനാസ്ബർഗ്. അപ്പോൾ ജോഹനാസ്ബർഗിൽ ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിളാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ BAPS ആണ് ഇനോഗ്രേറ്റ് ചെയ്തത്. നമുക്കിത് വായിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്. ദ ബോച്ച സൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായൺ സംസ്ഥ ഹാസ് ഇനോഗ്രേറ്റഡ് ദ ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക ഇൻ ജോഹനാസ്ബർഗ്. The inauguration of BAPS Sri Swaminarayan Mandir and Cultural Complex marks a historic milestone for the Hindu community in the country. This new temple joins a growing network of 35 BAPS temples across Africa, including 7 in South Africa. BAPS has currently a global presence with over 13,000 temples built across various countries, serving as centers for spirituality, cultural preservation and community service. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. പ്രസിഡന്റ് ട്രംപ് സൈൻസ് എക്സിക്യൂട്ടീവ് ഓർഡർ വിത്ഡ്രോയിങ് US ഫ്രം UNHRC എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. അപ്പോൾ അതൊന്ന് വിത്ഡ്രോ ചെയ്യാനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈൻഡ് ആൻ എക്സിക്യൂട്ടീവ് ഓർഡർ വിത്ഡ്രോയിങ് ദ US ഫ്രം ദ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, പ്രോഹിബിറ്റിംഗ് എനി ഫ്യൂച്ചർ ഫണ്ടിംഗ് ഫോർ ദ UN ഏജൻസി ഫോർ പലസ്തീനിയൻ റെഫ്യൂജീസ്. President Trump also directed the US to review its participation in the UN's educational, scientific and cultural organization. The executive order said that the United States helped found the United Nations after World War II to prevent future global conflicts and promote international peace and security. Mr. Trump halted funds for UNRWA during his first term. President Joe Biden put a block on US funds for UNRWA in the January 2024. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. NABFID raises 5,000 crore rupees through 15-year bonds at a 7.25% cut-off rate. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. ദ സ്റ്റേറ്റ് ഓൺഡ് നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് റേസ്ഡ് 5,000 crore rupees ത്രൂ 15-year bonds at a cut-off rate of 7.25%. Additionally, state-owned Power Finance Corporation raised 3,950 crore rupees through bonds maturing in approximately 10 years and 20 years. With cut-off rates of 7.24% and 7.25% respectively. According to market participants, NABFID's cut-off rate was considered realistic, given the large state-developed loans issued this week and the increasing selectivity among some of the large long-term investors. The cutoff for AAA negative rated long-term insurance issuance has moved up in the last few months, said market experts. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. GIC Reboard of Directors approves setting up wholly owned subsidiary in UK. അപ്പോൾ ജനറൽ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ റീബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. സെറ്റിംഗ് അപ്പ് ഹോളി ഓൺ സബ്സിഡറി UK സെറ്റപ്പ് ചെയ്യാൻ അനുമതി കൊടുത്തിരിക്കുകയാണ്, അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ GICയുടെ റീബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യാസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് അപ്രൂവ്ഡ് ദ ഇൻകോർപ്പറേഷൻ ഓഫ് എ ഹോളി ഓൺഡ് സബ്സിഡറി GICRE India Service Company in the United Kingdom. The new company will be promoted by the corporation and incorporated as per applicable UK laws. The company has no minimum capital requirement and can be set up with a capital of €1 അല്ലെങ്കിൽ pound. The
Corporation will initially subscribe the minimum capital as may be necessary of at a face value. Currently, GIC Hold Group includes subsidiary companies such as GIC Re South Africa, GIC Re Corporate Member London, GIC Parestrakovani LLC മോസ്കോ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ യു കെയിൽ വരാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫിൻവാസിയ ലോഞ്ചസ് AI ഡ്രിവൺ ഫിനാൻഷ്യൽ ആപ്പ് ജംപ്. അപ്പോൾ ഫിൻവാസിയ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് AI ഡ്രിവൺ ഫിനാൻഷ്യൽ ആപ്പായ ജംപ് എന്ന് പറയുന്ന ആപ്പാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഫിൻവാസിയ ഹാസ് ലോഞ്ച്ഡ് ആൻ AI പവേർഡ് ആപ്പ് ജംപ് ഡിസൈൻഡ് ടു സിംപ്ലിഫൈ പേഴ്സണൽ ഇൻകം. Developed in partnership with Yes Bank, Jump integrates banking, saving, payments, investing and borrowing into one seamless platform. Jump focuses on bridging the inclusivity gap in digital transactions, particularly for users in Tier 2 and Tier 3 cities. Through Yes Bank, Jump enables users to open savings account in minutes, backed by a secure banking infrastructure, with nearly 50% of online shoppers now based in smaller cities. The app offers multilingual conversational AI, allowing users to interact in Hindi and English through voice-based technology. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ് സെക്യൂർസ് $53 million ഫണ്ടിംഗ് ഫ്രം ക്രാഫ്റ്റൺ ടു ഫ്യൂൽ ഗ്ലോബൽ എക്സ്പാൻഷൻ. അപ്പോൾ ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ് സെക്യൂർ ചെയ്തിരിക്കുകയാണ്. $53 million ഫണ്ടിങ് ക്രാഫ്റ്റണിൻ്റെ അടുത്ത് നിന്ന് ടു ഫ്യൂൽ ഗ്ലോബൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ്, എ ലീഡിംഗ് പേയ്മെൻറ്റ് സൊല്യൂഷൻ സ്റ്റാർട്ടപ്പ് ഹാസ് റേസ്ഡ് $53 million, approximately 450 crore rupees, in a funding round led by South Korean digital entertainment giant Krafton. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഒറിജിൻ ബാങ്കിങ് Indian origin banking wizard Chandrika Tandon wins at the 67th Grammys. അപ്പോൾ ഇന്ത്യൻ അമേരിക്കനായ ഗ്ലോബൽ ബിസിനസ് ലീഡർ ആൻഡ് മ്യൂസീഷ്യനായ ചന്ദ്രിക ടണ്ടനാണ് ഗ്രാമി അവാർഡ് നേടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇന്ത്യൻ അമേരിക്കൻ ഗ്ലോബൽ ബിസിനസ് ലീഡർ ആൻഡ് മ്യൂസീഷ്യൻ ചന്ദ്രിക ടണ്ടൻ won a Grammy for Triveni, an album which blends ancient chants with world music, at the 67th Grammy Awards. Tandon 71 won the hallowed gramophone for her recent collaborative album in the Best New Age Ambient or Chant Album category. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ട്രെയിൻഡ് വോക്കലിസ്റ്റ് ഇൻ കർണാട്ടിക് ആൻഡ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്. Tandon was previously nominated for Grammy in 2011 in the Contemporary World Music category for her debut album Soul Call. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് CoreOver.ai പാർട്ട്ണർ ഫോർ സോവറിൻ AI സൊല്യൂഷൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ ടാറ്റ കമ്മ്യൂണിക്കേഷൻസും CoreOver.aiയും പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് സോവറിൻ AI സൊല്യൂഷൻസ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഹാസ് ടൈഡ് അപ്പ് വിത്ത് CoreOver.ai ടു പ്രൊവൈഡ് സോവറിൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൊല്യൂഷൻസ് ടു ഇന്ത്യൻ എൻ്റർപ്രൈസസ് ആൻഡ് ഗവൺമെൻറ് bodies. The two companies said both companies will work on citizen-centric applications, digital public infrastructure, and scalable e-governance solutions for both public and private enterprises. The joint venture will focus on generative AI solutions in text, voice, and video. All data, the company said, will be stored in India and processed by locally trained models. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. തേർഡ് ഇന്ത്യ ജപ്പാൻ സ്റ്റീൽ ഡയലോഗ് ഓർഗനൈസ്ഡ് ടു സ്ട്രെങ്തൻ ബൈലാറ്ററൽ തേർഡ് ഇന്ത്യ ജപ്പാൻ സ്റ്റീൽ ഡയലോഗ് ഓർഗനൈസ്ഡ് ടു സ്ട്രെങ്തൻ ബൈലാറ്ററൽ കോപ്പറേഷൻ ഇൻ സ്റ്റീൽ സെക്ടർ.
The third India-Japan Steel Dialogue was successfully held on February 4, 2025 at Vigyan Bhavan, New Delhi, jointly organized by the Ministry of Economy, Trade and Industry, Japan and Ministry of Steel, India. The India-Japan Steel Dialogue serves as a institutional mechanism to enhance bilateral collaboration in steel production and product diversification. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യൂണിയൻ മിനിസ്റ്റർ ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ ലോഞ്ചസ് എ നാഷണൽ ലെവൽ മാസ് ഔട്ട്റീച്ച് ക്യാമ്പയിൻ വാട്ടർഷെഡ് യാത്ര. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നാഷണൽ ലെവൽ മാസ് ഔട്ട്റീച്ച് ക്യാമ്പയിൻ വാട്ടർഷെഡ് യാത്ര. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. PNB MetLife partners with a policy bazaar to launch Smart Invest Pension Plan for Early Retirement. അപ്പോൾ PNB MetLife പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് പോളിസി ബസാറായിട്ട് ലോഞ്ച് ചെയ്യാൻ, അതായത് സ്മാർട്ട് ഇൻവെസ്റ്റ് പെൻഷൻ പ്ലാൻ ഫോർ ഏർലി റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. PNB MetLife ഹാസ് കൊളാബറേറ്റഡ് വിത്ത് എ പോളിസി ബസാർ ടു ഇൻട്രൊഡ്യൂസ് ദ PNB MetLife സ്മാർട്ട് ഇൻവെസ്റ്റ് pension plan, a unit linked non-participating individual pension plan aimed at helping individuals plan for their retirement with a greater flexibility and financial security. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ വിൻസ് ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് 2025. അപ്പോൾ ചെസ് കളിക്കാരനായ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ എന്താ പറയുക ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് 2025 ജയിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ചെസ്, ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ക്ലിഞ്ച്ഡ് ദ പ്രസ്റ്റീജിയസ് ടാറ്റ മാസ്റ്റേഴ്സ് 2025 ടൈറ്റിൽ ഇൻ എ ത്രില്ലിംഗ് ഷോഡൗൺ, defeating reigning world champion D. Gukesh in a nail-biting tie-breaker last night on a Wijk aan Zee, Netherlands. This victory makes R. Pragnananda the first Indian since Vishwanathan Anand in 2006 to claim prestigious title. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.